ബാൾട്ടിക് കടലിന് മുകളിൽ റഷ്യയുടെ നിരീക്ഷണ വിമാനം. യൂറോപ്പിലെ ഏറെ നിർണായകമായ മേഖലയിലൂടെയാണ് റഷ്യൻ വിമാനത്തിൻ്റെ നിരീക്ഷണ പറക്കൽ. റഷ്യൻ നിർമ്മിത IL-20 നിരീക്ഷണ വിമാനമാണ് ബാൾട്ടിക് കടലിന് മുകളിലൂടെ പറന്നത്. നിരീക്ഷണത്തിനും ചിത്രങ്ങൾ പകർത്തുന്നതിനുമാണ് റഷ്യൻ വിമാനം പറന്നതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതോടെ മേഖലയിലെ രാജ്യങ്ങൾ ജാഗ്രതയിലാണ്. ജർമ്മനിയും സ്വീഡനും വ്യോമസേനാ യുദ്ധവിമാനങ്ങൾ മേഖലയിൽ വിന്യസിച്ചു. 2 സ്വീഡിഷ് ഗ്രിപ്പൻ ജെറ്റുകളും 2 ജർമ്മൻ യൂറോഫൈറ്റർ ജെറ്റുകളുമാണ് രാജ്യാന്തര അതിർത്തിയിൽ വിന്യസിച്ചത്. വിമാനത്തിൻ്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്ന ഫ്ലൈറ്റ് പാത്തോ റേഡിയോ കോൺടാക്റ്റോ നൽകാതെയാണ് വിമാനം പറന്നതെന്നും സ്വീഡിഷ്, ജർമ്മൻ വ്യോമസേനാ ഉദ്യോഗസ്ഥർ പറഞ്ഞു. നാറ്റോ, യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങൾ അവരുടെ വ്യോമാതിർത്തിയിലും പരിസരത്തും റഷ്യൻ സൈനിക രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അതിനിടെ എസ്തോണിയയുടെ വ്യോമാതിർത്തിയിലും റഷ്യ കടന്നു കയറിയിരുന്നു. റഷ്യൻ യുദ്ധവിമാനങ്ങൾ തങ്ങളുടെ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചതായി എസ്തോണിയ പറഞ്ഞു. റഷ്യയുടെ 3 MiG-31 യുദ്ധവിമാനങ്ങളാണ് മുൻകൂർ അനുമതിയില്ലാതെ എസ്തോണിയയുടെ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചത്. ഏകദേശം 12 മിനിറ്റോളം വിമാനങ്ങൾ തങ്ങളുടെ വ്യോമാതിർത്തിയിൽ തുടർന്നതായും എസ്തോണിയ പറഞ്ഞു. റഷ്യൻ യുദ്ധവിമാനങ്ങൾ തങ്ങളുടെ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചത് ഹീനകൃത്യമാണെന്നായിരുന്നു എസ്തോണിയയുടെ വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണം. സംഭവത്തിൽ പ്രതിഷേധം അറിയിച്ച് റഷ്യൻ സ്ഥാനപതിക്ക് എസ്തോണിയ കുറിപ്പ് നൽകുകയും ചെയ്തു. റഷ്യൻ വ്യോമാതിർത്തിയിൽ 2 F-16 യുദ്ധവിമാനങ്ങൾ നിരീക്ഷണം നടത്തുന്നതിനിടെയാണ് റഷ്യൻ ഡ്രോണുകൾ കണ്ടെത്തിയതെന്നാണ് റൊമാനിയൻ പ്രതിരോധ മന്ത്രാലയം പറയുന്നത്. ചിലിയാവെചെ ഗ്രാമത്തിൽ നിന്ന് 20 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് മാറിയാണ് ഡ്രോണുകൾ കണ്ടെത്തിയതെന്നും എന്നാൽ പിന്നീട് ഇത് റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായെന്നും പ്രതിരോധ മന്ത്രാലയം പറഞ്ഞു. ജനവാസ മേഖലകൾക്ക് മുകളിലൂടെയല്ല ഡ്രോണുകൾ പറന്നതെന്നും അപകട ഭീഷണി ഉണ്ടായിട്ടില്ലെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. റൊമാനിയയുടെ വ്യോമാതിർത്തിയിലേക്കുള്ള റഷ്യയുടെ കടന്നുകയറ്റം വെറുമൊരു അബദ്ധത്തിൽ സംഭവിച്ചതല്ലെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പ്രതികരിച്ചത്. ഇത് റഷ്യ യുദ്ധം വിപുലീകരിക്കുന്നതാണെന്നും അദ്ദേഹം ആരോപിച്ചു. എന്നാൽ സംഭവത്തിൽ റഷ്യ പ്രതികരിച്ചില്ല. അടുത്തിടെയാണ് പോളണ്ട്, റൊമാനിയ എന്നീ രാജ്യങ്ങളുടെ വ്യോമാതിർത്തിയിൽ റഷ്യൻ ഡ്രോണുകളുടെ കടന്നുകയറ്റമുണ്ടായത്. റഷ്യൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി പോളണ്ട് സ്ഥിരീകരിക്കുകയും ചെയ്തു. അതിനിടെ റഷ്യ യുക്രൈൻ യുദ്ധം പരിഹരിക്കാൻ കഴിയാത്തതിലുള്ള നിരാശ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു. റഷ്യ യുക്രൈൻ യുദ്ധം എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുമെന്നാണ് കരുതിയത്. യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയാത്തതിൽ നിരാശയുണ്ട്. UK പ്രധാനമന്ത്രി കീർ സ്റ്റാമറുമൊത്ത് മാധ്യമങ്ങളെ കാണുമ്പോഴായിരുന്നു ട്രംപിൻ്റെ അഭിപ്രായ പ്രകടനം. ഗാസയുടെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നത് പോലെ റഷ്യയുടെയും യുക്രൈൻ്റെയും പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമെന്ന് ട്രംപ് പറഞ്ഞു. പുടിൻ സമാധാനം ആഗ്രഹിക്കുന്നില്ലെന്നും യുക്രൈനെ പിന്തുണയ്ക്കാൻ പ്രതിരോധം ശക്തിപ്പെടുത്തുമെന്നും സമാധാന കരാറിനായി പുടിനുമേൽ സമ്മർദ്ദം ചെലുത്തുമെന്നും സ്റ്റാമർ പറഞ്ഞു.